അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾ കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനം പ്രാബല്യത്തിൽ വന്നതോടെ കേരളത്തിലെ കമ്പനികളുടെ ഗോഡൌണുകളിൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. പ്രത്യേകിച്ച് ചെമ്മീൻ പോലെയുള്ള വിശിഷ്ട വിഭവങ്ങൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ ലഭിച്ച അമേരിക്കൻ ഓർഡറുകളൊക്കെ മുൻകൂട്ടി കണ്ട് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ സംഭരിച്ചിരുന്നതിനാൽ ഈ തീരുമാനം വ്യവസായികൾക്ക് വലിയ തിരിച്ചടിയായി. അമേരിക്ക ഈ ഓർഡറുകൾ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ഇതൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കമ്പനികൾ. സാധാരണ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രതിവർഷം ഏകദേശം 21,000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കാറുള്ളത്. എന്നാൽ ഈ വർഷം അതിന്റെ 10% താഴെ മാത്രം കയറ്റുമതിയാണ് നടന്നത്. അമേരിക്കൻ വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിയുമെന്ന കണക്കുകൂട്ടലിൽ ചൈന, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ മറ്റ് പ്രമുഖ ഇറക്കുമതി രാജ്യങ്ങളും ഓർഡറുകളിൽ നിന്ന് പതിയെ പിന്മാറുകയാണ്. വില കുറയുന്നതുവരെ കാത്തിരിക്കാനാണ് അവരുടെ നീക്കം. ഇത് കേരളത്തിലെ വ്യവസായികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. അമേരിക്കൻ ഓർഡറുകൾക്ക് വേണ്ടി വലിയ തുക മുതൽ മുടക്കിയ കമ്പനികൾക്ക് ഇപ്പോൾ ആ നിക്ഷേപമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈ പ്രതിസന്ധി കോവിഡ് കാലത്തേക്കാൾ ഗുരുതരമാണെന്നാണ് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അലക്സ് കെ നൈനാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വ്യവസായത്തെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രവർത്തന ചെലവിന്റെ 30% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയായി അനുവദിക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ലോകവ്യാപകമായി വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കിയത് ഇന്ത്യയെ പോലുള്ള കയറ്റുമതി രാജ്യങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയിൽ ഇന്ത്യ നേരിടുന്ന ഈ തിരിച്ചടിക്ക് ഒരു പരിഹാരമുണ്ട് വാസ്തവത്തിൽ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഏതാണ്? അത് ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക. നിലവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നിലവാരമാണ്. പക്ഷേ പലപ്പോഴും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിലേക്ക് കയറ്റി അയക്കുമ്പോൾ നിലവാരം കുറഞ്ഞവയാണ് ആഭ്യന്തര വിപണിയിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ ഉന്നത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കാനൊക്കെ അർഹരാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിൽക്കാൻ കമ്പനികൾക്ക് അവസരം നൽകണം. ഇത് ഒരു താൽക്കാലിക ആശ്വാസത്തിനുള്ള നടപടി മാത്രമായിരിക്കില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പുതിയ വിപണി തന്നെ ഇവിടെ തുറക്കുകയും ചെയ്യും. പലപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളം എന്ന നമ്മുടെ ശക്തി നമ്മൾ തന്നെ മറന്നു പോകുന്നു. ആഭ്യന്തര വിപണിയുടെ കരുത്ത് തിരിച്ചറിയാൻ ഈ പ്രതിസന്ധി ഒരു കാരണമായേക്കും. കയറ്റുമതിക്ക് മുൻഗണന നൽകിയിരുന്ന പല സ്ഥാപനങ്ങളും ഇനി മുതൽ ആഭ്യന്തര ഉപഭോക്താക്കളെ കൂടി പരിഗണിക്കാൻ നിർബന്ധിതരാകും. ഇത് ഒരു ഡൊമസ്റ്റിക് ഫസ്റ്റ് നയത്തിന് തുടക്കവും കുറിക്കും. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. ഇന്ത്യൻ കയറ്റുമതിക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ തീരുമാനം സമ്പദ് വ്യവസ്ഥയിൽ ഉടനടി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഗുരുതരമായ വെല്ലുവിളികൾ തന്നെ ഉയർത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ യന്ത്രങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളെ ഇത് ബാധിക്കും. എന്നിരുന്നാലും ഈ പ്രതിസന്ധിയെ ഒരു അവസരമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിലപാടും ഇതുതന്നെയാണ്. തിരിച്ചടികളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും. ഹ്രസ്വകാല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പകരം ദീർഘകാല നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാനും ഇത് സഹായിക്കും. മേക്ക് ഇൻ ഇന്ത്യ 2.0 പോലെയുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്താനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താനും പുതിയ കയറ്റുമതി വിപണികൾ കണ്ടെത്താനുമൊക്കെ ഇന്ത്യക്ക് ഈ സാഹചര്യം ഉപയോഗിക്കാനാവും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യം കാരണം ഈ പ്രതിസന്ധി പ്രതീക്ഷിക്കുന്ന അത്ര രൂക്ഷമാകാൻ സാധ്യതയില്ലെന്നും ഇത് ഇന്ത്യ-US ദീർഘകാല ബന്ധത്തിലെ ഒരു താൽക്കാലിക ഘട്ടം മാത്രമാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നല്ല ബന്ധം ഈ പ്രശ്നത്തിന് ഒരു അനുകൂലമായ പരിഹാരം കാണാൻ സഹായിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഇന്ത്യ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ വിഷയത്തിൽ മോദി കാണിച്ച ജാഗ്രത ശ്രദ്ധേയമാണ്. ട്രംപ് 4 തവണ വിളിച്ചിട്ടും മോദി ഫോൺ എടുത്തില്ല എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ ഇന്ത്യ ഈ വിഷയത്തിൽ എത്രത്തോളം ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ കൂടി സൂചനയായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തവും ആത്മനിർഭരവുമാക്കാൻ സഹായിക്കുമെന്നും ഇതൊരു പുതിയ ഭാവിയുടെ തുടക്കമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്.